ഓർമ്മയുണ്ടോ ഈ ശബ്ദം? ഈ മുഖം നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം. പക്ഷേ ഇത് സാധ്യത ഇനി ഞാൻ ഉണ്ടാക്കിത്തരാം. അതെ, ഇത് ഞാൻ തന്നെ, നിങ്ങളുടെ സ്വന്തം ഗെയിമിംഗ് തമ്പുരാൻ. എൻ്റെ മോനെ, അങ്ങനെ 2 മാസമെങ്ങാനും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തി. ഇപ്പോഴാണ് ഒരാശ്വാസം. നമ്മളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോഴാണ് അതിൻ്റെ ഒരു സസ്പെൻസ് വരാം. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ആക്കാതെ ലെറ്റ്സ് ഗോ. അപ്പം മച്ചാന്മാരെ, നമുക്ക് ഇവിടെ ഞാനൊരു ബോണസ് ചെസ്റ്റ്, കോർഡിനേറ്റ്സ്, പേപ്പർ ഡോള് ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് തുറന്ന് നമുക്ക് ആവശ്യാനുസരണമായ സാധനങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് കളിക്കുമ്പം ഇത് വേണ്ടുന്നവരിങ്ങനെ ബോണസ് ചെസ്റ്റൊക്കെ ഓണാക്കിയിട്ട് ചെയ്യാം. അല്ലാത്ത ഇഷ്ടമുള്ളതുപോലെ കളിച്ചുകൊള്ളുന്നതാണ്. ഓക്കെ, നമുക്ക് ഡാർക്ക് ഓക്ക് എടുക്കാം. സ്റ്റിക്ക്, ഫിഷ്, കാക്ടസ് ഒന്നും വേണ്ട, കാക്ടസൊക്കെ അവിടെ എടുക്കട്ടെ. ഓക്കെ, നമുക്കിനി മേലേക്ക് പോവാം. ഇവിടെ നല്ല ലാവൊക്കെ ഒലിച്ച് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ ഷടപടേന്ന് പോയി കിട്ടി. ഓക്കെ, ആരോ അവിടെ തീ പിടിച്ചോണ്ട് ഓടുന്നുണ്ട്. അതാ ചത്തു, പാവം. ഓക്കെ, നമുക്കങ്ങനെ നേരെ മുകളിലേക്ക് പോയിട്ട് ഈ മരത്തെയൊക്കെ മുറിച്ചങ്ങെടുക്കും. മരത്തിനെ മുറിക്കണോ? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു മരമില്ലേ? അത് നമുക്കിതിനെ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ്. ഇനി നമുക്ക് ഈ പിക്കാസ് വെച്ചിട്ട് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യണം. ആദ്യം തന്നെ സ്റ്റോൺ ടൂൾസിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, 1 2 3. ഓക്കെ, അങ്ങനെ 3 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കി. ഇനി നമുക്ക് 8 ഇനി വേണം. 8ഉം 3ഉം 11 നമുക്ക് വേണം. എന്തിനാന്ന് വെച്ചാൽ ഒരു ആക്സിനും ഒരു ഫർണസിനും വേണ്ടിയിട്ടാണ്. ഞാൻ മാക്സ് കുറച്ച് വീക്കാണ്. ഓക്കെ, നിങ്ങൾ കൂട്ടാക്കണ്ട. അപ്പോൾ നമുക്ക് ഓൾറെഡി എത്ര ആയിട്ടുണ്ടാവും? 13. ഓക്കെ, നമുക്കിതിനെ കൊണ്ട് ആദ്യം തന്നെ ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ്, ഫർണസ്. ഓക്കെ, ഇനി 2 ബാക്കിയുണ്ട്. അതിനെ കൊണ്ട് സോർഡ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിനി നേരെ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ എന്താ ആദ്യം തന്നെ അയൺ കിട്ടി. എൻ്റെ പൊന്നെ അമ്മച്ചി, ഞാൻ കുറച്ചൊന്ന് നോക്കി നോക്കട്ടെ. എൻ്റെ പൊന്നെ ദൈവമേ, അങ്ങോട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇപ്പം തൽക്കാലം അങ്ങോട്ട് പോകണോ? ഇവിടെ കുറേ അയണുണ്ട്, നമുക്ക് പോയി നോക്കാം. നമുക്ക് പോവാം. ഒന്നും പേടിക്കരുത്, ധീരന്മാർക്കൊരു തവണ മരണം. ഒട്ടൊന്ന് കാണാൻ എന്തും വരാം. സോംബിയൊക്കെ ഉണ്ട് അവിടെ. എന്നാലും നമുക്ക് പോയി കളയാം. ഓക്കെ, വേഗം മുറിയടേ. എൻ്റെ ഡേർട്ട് എവിടെ? ഓക്കെ, ഇതൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇത് മുറിക്കാം. ഇവിടെ ഒരു സ്റ്റെയർ കേസ് വരെ പണിയാം. ഓക്കെ, സ്പൈഡർ, ഈശ്വര, സ്പൈഡർ. ഓക്കെ, ആ വെള്ളത്തിലേക്ക് തുള്ളുന്നത് റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അയൺ എടുത്ത് അപ്പാട് ഓടാൻ സ്ഥലം ഉണ്ടായിന്ന് വരില്ല. ഓക്കെ, തമ്പുരാൻ പോ, നിനക്കെന്തായാലും നിന്നെ കൊണ്ട് പറ്റും. ഓക്കെ, ഈ പ്ലാങ്ക്സ് എടുക്കാം. ഇങ്ങനെ വെക്കാം. വെച്ചങ്ങ് പോവാം. അത്ര തന്നെ. ഉള്ള ക്രീപ്പറൊക്കെ ഇരിക്കുന്നു. ദൈവമേ രക്ഷിക്കണേ, നീ തന്നെ. ഇത് ആരൊക്കെയെങ്കിലും വരുന്നുണ്ടോ? എൻ്റെ അമ്മോ, എനക്ക് ഒന്നും അറിയില്ല. നമുക്ക് ഇവിടുന്ന് ഈ അയണൊക്കെ എടുത്ത് നമ്മളങ്ങ് പോവേ. ഇവിടെ കുറേ അയണുണ്ടല്ലോ. ആദ്യം തന്നെ ഗോള്. മോനെ,
പൊളിച്ച് അടിച്ച് കലക്കി തരും. അതാണ് ഗെയിമിംഗ് തമ്പുരാൻ. നമുക്ക് ഇവിടുന്ന് ഈ കോളും കൂടി അങ്ങ് എടുക്കാം. അങ്ങോട്ട് പോകണമെന്നുണ്ട്. നമുക്ക് നല്ല ആർമറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാകുമ്പോൾ പോവാം. അപ്പോൾ പോകുന്നത് റസ്ക്കാണ്. അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ റസ്ക്കാണ്. മുകളിലോട്ട് നമുക്ക് സ്റ്റെയർ ഉണ്ടാക്കി പോവാം. ഒച്ച ഒന്ന് കുറച്ച് കൂട്ടട്ടെ. ഓക്കെ, അത് താഴേക്ക് പോയല്ലോ. ഞാനിനി പില്ലർ ചെയ്ത് മുകളിലേക്ക് പോവാം. ഈ 6 കോബിൾ സ്റ്റോൺ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അതൊന്നും വിഷയമല്ല. മേലോട്ട് ഇതുണ്ട്. ഓക്കെ, അത് മഹാഭാഗ്യം. ഓക്കെ, 1 2 മോനെ സക്സസ്ഫുള്ളി അങ്ങനെ നമ്മൾ അയൺ എടുത്തിട്ടുണ്ട്. ഇനി അവിടെയും കൂടി ഒരു അയൺ ഉണ്ട്. അതും എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അതാണ് ഇനി എനിക്ക് റിസ്കി ആയിട്ട് തോന്നുന്നത്. നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഓക്കെ, ഇനിയും ആയിട്ടില്ല. കുറച്ചും കൂടി പോവാം. കുറച്ചും കൂടി ധീരന്മാർക്ക് ഒരു തവണ മരണം. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും വില്ലേജ് എങ്ങാനും ഉണ്ടോ നോക്കാം. ഇനി അയൺ പോട്ട്. രാത്രിയാവുന്നു എൻ്റെ മോനെ. രാത്രിയാവാനായി. എനിക്ക് പേടിയാവാനായി. പേടി ആകാറായി. ഓക്കെ, നമുക്ക് ഈ വില്ലേജ് കിട്ടിയ സുഖമായിരുന്നു. ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ ഞാൻ വീഡിയോയിലെ ലാസ്റ്റ് പറയാൻ പോകുന്ന കാര്യം കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായവർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബും ചെയ്യണേ. അത് മറക്കറേ പ്ലീസ്. ഞങ്ങളുടെ കാലുപിടിച്ച് അപേക്ഷിക്കുകയാണ്. ഓക്കെ, ഈ മലയെന്തോടെ കയറിയിട്ടും എത്തട്ടെ. ഇപ്പോൾ അവന്മാരിറങ്ങും. എൻ്റെ മോനെ. എൻ്റെ മോനെ രാത്രിയായി. പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്നാ തോന്നുന്നേ. എന്തെങ്കിലും ചെയ്യാതെ ഒരു രക്ഷയില്ല. എടാ വില്ലേജ് കണ്ടടാ. ഓട്ടിട്ടോ മോനെ. വില്ലേജ് ഉണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ വില്ലേജിൽ എത്തേണ്ടത്. എൻ്റെ മോനെ ഈ ഫോൺ സ്റ്റെക്കായിട്ട്. ഗൈസ്, ഞാൻ റിയൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത മാസമല്ല അതിൻ്റെ അപ്പുറത്തെ മാസം എപ്പം ഞാൻ റിയൽ മൈൻക്രാഫ്റ്റ് കൊണ്ട് വരും. ഓക്കെ, FPS എന്ത് നിൽക്കാ. ഓക്കെ, എഴുന്നേറ്റ് പോകാം. നീ എന്തിനാടോ എന്നോട് പിണക്കാണോ? എൻ്റെ പൊന്നെ. അങ്ങനെ നമ്മൾ രാവിലെ ആയി. എൻ്റെ മോനെ ദിനേശ, വാതിൽ ഓർക്ക്. സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവന്മാരിത് ഓട്ടിക്ക് ഇവിടെ അത്ര നിൽക്കണ്ട. നമുക്ക് ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാം. ബ്ലാക്ക് സ്മിത്ത്. ഇവിടെ ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങും. നമുക്ക് ഇറങ്ങാം. ധീരന്മാർക്ക് ഒരു തവണ മരണം. ഇതിനിപ്പോൾ എന്ത്? ഇങ്ങനെ ഇറങ്ങി മെല്ലെ പാട്ടൊക്കെ പാടിക്കൊണ്ട് പോവാം. ഓക്കെ നമുക്ക് ഈ ബ്ലാക്ക് സ്മിത്ത് തന്നെ ഫസ്റ്റ് കയറാം. ഞാനിന്ന് ഈ വീഡിയോ നിർത്താൻ പോകുന്നത് പതിവ് പോലെ തന്നെ ഫുൾ അയൺ ആർമറായിട്ടാണ്. ഓക്കെ, ോട്ട് കയറി മോനെ ദിനേശ. ഇത് ബ്ലാക്ക് സ്മിത്ത് അല്ലേ? അവിടെ ചമ്മി. ബ്ലാക്ക് സ്മിത്ത് അങ്ങോട്ടാ. ഓഹോ മാൻ, വാട്ട് ഈസ് ദിസ്? ഓക്കെ, നമുക്കിനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ മുകളിലേക്ക് കയറാം. ഹായ്, എൻ്റെ ഹങ്കർ ബാർ ചെയ്യാം. ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചുള്ളൂ. ചെസ്റ്റ് പറഞ്ഞാൽ ഞാൻ മോൻ ചെസ്റ്റ് പ്ലേറ്റ്, ബ്രെഡ്, ആപ്പിൾ, ഹോർസ് ആർമർ ആയിട്ട് വേണം. ഓക്കെ, ഇത് തലയിലോട്ട് എടുത്തൊന്നും ഓക്കെ. നമ്മൾ പകുതി ആയിട്ടില്ല, എന്നാലും ആവാനുണ്ട്. ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നീയൊക്കെ അവിടെ നിൽക്ക്, ഞാൻ വരുന്നുണ്ട്. അതവിടെ
ഒരു ബ്ലാക്ക് സ്മിത്ത്. ടോട്ടലി താഴെപ്പോയി. പക്ഷേ ഈ ഫോണ് കളിക്കാൻ ഒരു സുഖം പോരാ ഇന്ന് അത്രക്ക്. ഇന്നെന്താ അറിയില്ല. അയൺ ഇങ്ങോട്ട്, ആപ്പിള്, ബ്രെഡ് ഇതങ്ങെടുക്കാം. ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത്. ഇനി അവിടെ ഒന്നുണ്ട്. ഇത് നമ്മൾ കയറിയതല്ലേ? ഇത് നമ്മൾ കയറി. ഇനി വേറെ എവിടെയെങ്കിലും ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ നോക്കാം. 3 ബ്ലാക്ക് സ്മിത്തേ ഉള്ളൂ എന്ന് തോന്നട്ടോ. 1 2 പിന്നെ 3 4 അവിടെ ഒന്നുണ്ട്. ഇനി അവിടെയൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് കിടന്നു തുടങ്ങിയത്. നമുക്കിനി നേരെ പോവാം. ധീരന്മാർക്ക് അത് ഞാനിനി പറയുന്നില്ല. ഈ വില്ലേജസ് എല്ലാം കൂടി എന്നെ ഇട്ട് പഞ്ഞിക്കിട്ട് ഓക്കെ. അപ്പോൾ വില്ലേജസ് ഓക്കെ. നമുക്ക് ഇവിടെ നിന്ന് പോവാൻ നേരെ. ഇനി നമ്മുടെ കയ്യിൽ പ്ലാങ്ക്സ് ഉണ്ട്. ബിർച്ച് നമ്മുടെ ക്യാമാൻ 18 ചിലവർക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അങ്ങേർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത വുഡാണിത്, ഈ ബിർച്ച്. ഓക്കെ. ഒന്ന് ഓക്കെ. ഈ വില്ലേജ് ഇനി വില്ലേജ് അല്ല, സോറി, ബ്ലാക്ക് സ്മിത്ത് നമുക്ക് നോക്കാം. ഇത് ഡോർ അടച്ചിട്ടേക്കാം, റിസ്ക് എടുക്കണ്ട. എൻ്റെ മോനെ, ഞാൻ ഇന്ന് തന്നെ ആണാറൗണ്ട് സെറ്റ്. ഇനി നിന്നെ സോറി, ഈ ആപ്പിളും കൂടി എടുത്തിട്ട് ഇവനെ വേണ്ട നമുക്ക്, ഇവനെയും വേണ്ട, പിന്നെ ഒരുത്തനും കൂടി ഇവനും വേണ്ട, ഇവനും വേണ്ട. ഞാൻ അവിടെ നിന്നോടാ. സോറിടാ, ഞാനിവിടെ അയൺ ഉണ്ടോ നോക്കിയിട്ട് വരാം. അവിടെ ഒരു കുന്തവും ഇല്ല. ഇനി എന്താണ് ഇവിടെ? ഒന്നും കൂടി ഞാൻ കണ്ടായിരുന്നല്ലോ. ഇവിടെ അല്ലേ? ഇവിടെയൊക്കെ മറ്റേ സ്കെലറ്റൺ ആണതാ. അയൺ ഗോലം, അവരെ പണി തീർക്കണം കേട്ടാ. ഞാനിങ്ങോട്ട് പോകുന്നേ. നമ്മുടെ പാട്ടിന് വിട്ടേ, നമ്മളൊന്നിനും ഇല്ലേ. 2 3 എത്തി ധീരൻ. ഇനി പറയുന്നില്ല. എൻ്റെ മോനെ, ഗെയിമിംഗ് തമ്പുരാൻ ഗോഡായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വീഴൂല. ഇവിടെ എന്തുണ്ട്? വീണ്ടും ചെസ്റ്റ് പ്ലേറ്റാണ്. അതവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ആപ്പിളൊക്കെ അങ്ങ് എടുക്കാം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കൺകൊണ്ട് നേരിട്ട് കണ്ടോളൂ. ഇനി ഞാൻ ഫുൾ ആർമർ സെറ്റാക്കാൻ പോവുകയാണ്. എന്നിട്ട് ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടും. എൻ്റെ കുറേ കാലത്തിന് ശേഷമുള്ള റിട്ടേണാണിത്. ഇതങ്ങിടുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിൽ വെക്കുന്നു, ഇവിടെ വെക്കുന്നു. നമുക്ക് ഹൗസ് ബിൽഡിംഗ് ഒക്കെ നാളെ ചെയ്യാൻ തോന്നുന്നു. ഇപ്പം തന്നെ വീഡിയോ ഒരു 10 മിനിറ്റിലേറെ കൂടുതലായി. ഓക്കെ, നമുക്കിനി ഏതെല്ലാം ഭാഗമാണുള്ളത് നോക്കട്ടെ. നമുക്കിനി ഒരു ലെഗിൻസും വേണം, ബൂട്ട്സും വേണം. ലെഗിൻസ് ഉണ്ടാക്കാം, ബൂട്ട്സും ഉണ്ടാക്കാം. ഓക്കെ, ലെഗിൻസ്, ബൂട്ട്സ്. മോനെ നമ്മൾ ഫുൾ അയൺ ആർമർ, അതും 10 മിനിറ്റിൽ, 10 അല്ല 13 മിനിറ്റിൽ ഫുൾ അയൺ ആർമർ. എൻ്റെ മോനെ, ഞാൻ വെറും സ്വയം പുകഴ്ത്തിയാണ്. ഓക്കെ, ഷീൽഡ് എവിടെ? ഷീൽഡ് ബ്രെഡ് അല്ലാടോ, ഷീൽഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി എത്ര ആയി നോക്ക്. വേഗം വേഗം. സോർഡ് ഓൾറെഡി ഉണ്ട്. പിക്കാക്സ്, സോർഡ്, പിക്കാക്സ്. അടാ ഈ പണ്ടാരം. ഓക്കെ, എന്തൊക്കെയുണ്ട് ഇവിടെ? ഓക്കെ, ഇനിയൊരു ആക്സ് ഉണ്ടാക്കണം. ആക്സ് ഉണ്ടാക്കാൻ വടിയില്ല അല്ലേ? അത് ശരിയാണ്. നമുക്ക് വടി ഉണ്ടാക്കാം. വുഡിനൊന്നും ഒരു ക്ഷാമമില്ല തന്നെ. ഇനി നമുക്ക് വുഡ് ഉണ്ടാക്കിയില്ലേ, ഇനി നമുക്ക് നേരെ പോയിട്ട് വടി ഉണ്ടാക്കി ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഷവല് ഞാനിപ്പോൾ ഉണ്ടാക്കാം. ഷവലും കൂടി ഉണ്ടാക്കാം.
ഇനി എൻ്റെ കയ്യിൽ അയൺ എൻ്റെ ഷവലിവിടെ. ഷവല് ഞാൻ ഉണ്ടാക്കിയിരുന്നു. മണ്ടൻ തന്നെ, ഞാൻ ഷവലുണ്ടാക്കിയില്ല. ഷവലുണ്ടാക്കാം. ഷവല് അയ്യേ, ഷവലെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ഹോ ഉണ്ടാക്കി പോയി. എൻ്റെ പൊന്നെ, എന്നെപ്പോലെ ഒരു മണ്ടൻ. ഈ ഹോനെ എടുത്തിങ്ങനെ നമുക്ക് ഹോനെ ഇട്ടിട്ട് ഫർണസിലിടാം. ഹോവും ഇടാം, ഈ വുഡും ഇടാം. ആ 2 കൂടി സ്മെൽറ്റായി കിട്ടട്ടെ. ഓക്കെ, ഞാനിനി എന്തായാലും ബക്കറ്റ് മെയിനായിട്ട് വേണ്ടുന്നത്. ഒരു ബക്കറ്റ് അയ്യോ, ഒന്നും കൂടെ കമോൺ, യു ക്യാൻ. എൻ്റെ മോനെ, നമ്മളങ്ങനെ ഫൈനലി ഫുള്ള് അയൺ ആർമർ ആയിരിക്കുകയാണ്. ഇനി വെള്ളവും കൂടി ഈ ബക്കറ്റിൽ നിറച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റ്. ഇനിയിപ്പോൾ വെള്ളത്തിന് ക്ഷാമമില്ല. എൻ്റെ മോനെ എവിടെയും കൊണ്ടോളി. ഇവിടെ ഒരു ലൈബ്രറിയനും ഉണ്ട് കേട്ടോ. നമുക്ക് അവൻ്റെ ട്രേഡ് ഏതാ ഈ മണ്ടകോണാപ്പി ഇവിടെ എങ്ങാനും ഉണ്ടോളി. ഇല്ല, ഇവിടെയൊന്നുമില്ല. നമുക്കിനി ആ വെള്ളവും കൂടി നിറച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, വെള്ളവും നിറച്ച് ഇവിടുന്ന് വേണ്ട, നടുക്ക് നോക്കാം. മതി. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. നമുക്ക് നേരെ ഇതിൻ്റെ മുകളിലോട്ട് കയറാം. തമ്പുര ആയില്ല, അവൻ ചെറുതായിട്ട് ചീറ്റിപ്പോയി. അത്രേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മേലെ ഷോ കാണിക്കാൻ പറ്റുന്നു. ഓ മൈ ഗോഡ്, വാവ്. ഈ പരിപാടിക്ക് എൻ്റെ പൊന്നു മോനെ, അന്ന് ഇറങ്ങി വാടാ കുട്ടാ. ഞാനില്ല, നമുക്ക് ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. വാതിൽ തുറക്കുന്നു, അടക്കുന്നു. നീയും വന്നു. ഓക്കെ, ഞാനിനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്താണെന്ന് ഞാൻ കാര്യം എന്തോ പറയാൻ പോകുന്നുണ്ട് പറഞ്ഞില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും സീഡ് മാറ്റി. അതൊന്നുമില്ല, നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. ഈ സീഡ് ഞാനിനി മാറ്റൂല. ഞാൻ ദൈവമാണ് സത്യം പറയുന്നത്, ദൈവമാണ്. എന്താണെന്ന് മാറ്റിയെന്ന് വെച്ചാൽ മറ്റേ സീഡ് ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് കളഞ്ഞു. ഓക്കെ, ഞാനിനി റിയൽ പി സിയിൽ റിയൽ മൈൻക്രാഫ്റ്റ് ഞാൻ വീഡിയോ ഇടും. അതുവരെ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. പിന്നെ എൻ്റെ കമൻട്രി കുറച്ച് കുഴപ്പമുണ്ട്, കാരണം സ്റ്റാർട്ടിങ് ട്രിബിളാണ്. അതൊക്കെ പയ്യെ സമയമെടുത്ത് ശരിയായിക്കോളും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.